ഇത് മാസ് മോട്ടോഴ്സ് എന്നാണ് ഹീറോയുടെ പാഷൻ പ്ലസ് വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് എഞ്ചിൻ വർക്ക് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഫിൽട്ടർ ക്ലീനിങ്ങിനായിട്ട് വന്നതാണ്. അപ്പോൾ എഞ്ചിൻ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഓയിൽ ചേഞ്ചും വിത്ത് ഫിൽട്ടർ ക്ലീനിങ് ആണ് പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഓയിൽ ഫിൽട്ടർ ക്ലീനിങ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വണ്ടിക്ക് മിസ്സിങ് കംപ്ലൈൻറ്റിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. മിസ്സിങ് ഉണ്ടെന്നൊരു കംപ്ലൈൻറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഓയിൽ ഫിൽട്ടർ ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ എഞ്ചിൻ്റെ ഈ ഭാഗമാണ് നമുക്ക് കഴിക്കേണ്ടി വരിക. കാരണം അതിനകത്ത് ഓയിൽ ഫിൽട്ടറിങ് രണ്ട് രീതിയിലാണ് നടക്കുക. ഒന്ന് സ്ക്രീൻ ഫിൽട്ടർ വെച്ചിട്ട് ഓയിൽ അരിച്ചെടുക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ കുറച്ച് അഴുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. വേണ്ട ഇത് ഇപ്പോൾ താരതമ്യേന കുറവാണ്. നമ്മളിപ്പോൾ അത്ര ശ്രദ്ധിച്ച് ചെയ്തുകൊണ്ടാണ് ഇത്രയും മുന്നേ നമ്മൾ ഈ തുടക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ വേസ്റ്റിൻ്റെ ഒക്കെ ആയാലും നൂല് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ അവിടെയൊക്കെ പറ്റി പിടിച്ചിരിക്കും. അത് എഞ്ചിൻ ഓയിൽ സർക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കൂടെ മിക്സ് ആയിട്ട് വരുന്നത് കൊണ്ടാണ് നമ്മളിത് ഫിൽട്ടർ വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ഫിൽട്ടർ കമ്പൽസറി ആയിട്ട് നിർബന്ധമായിട്ടും ഫിൽട്ടർ ബ്ലോക്ക് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നിർബന്ധമായിട്ടും ഫിൽട്ടർ ക്ലീനിങ് കമ്പൽസറി ആയിട്ട് ചെയ്യണമെന്ന് പറയുന്നത് കേസ്. പിന്നെ അതുകൂടാണ്ട് ഓയിൽ ഫിൽറ്ററിങ് രണ്ടാമത് രീതിയിലും കൂടി നടക്കുന്നുണ്ട്. ഇവിടെ എഞ്ചിനിലേക്ക് പോകണം, അത് ക്രാങ്ക് ഷാഫ്റ്റിലേക്ക് പോകണം. ഓയിലിനെ ഇവിടെ ഇട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് ആ ഓയിലിൽ വരുന്ന ചെറിയ കട്ടിയുള്ള പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ട്, മെറ്റൽ പാരൽസ് കാര്യങ്ങളൊക്കെ വരും. മെറ്റലിൻ്റെ ഒക്കെ ചെറിയ ചെറിയ പാർട്സുകളൊക്കെ ആയിട്ട് വന്നത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന് അടിഞ്ഞു കൂടുന്നുണ്ട്. അപ്പം അതും നമ്മൾ കൂട്ടത്തിൽ കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് വിടുന്നുണ്ട്. ഇത് നമ്മൾ ശരിക്കും ഒരു 2 ഓയിൽ ചേഞ്ച് ചെയ്ത് മൂന്നാമത്തെ ഓയിൽ ചേഞ്ചിന് ഇത് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. കാരണം എല്ലാ ഓയിൽ ചേഞ്ചിലും ചെയ്യേണ്ട ആവശ്യമില്ല. 2 3 ഓയിൽ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അതിനിടയിൽ ഒരു പ്രാവശ്യം ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. കാരണം എന്ന് വെച്ചാൽ സ്ക്രീൻ ഫിൽറ്ററിൽ ഇത് വരില്ല, ഇത് വരാൻ സാധ്യത കുറവാണ്. ഈ ഫിൽറ്റർ ക്ലീനിങ്ങിൽ വരുന്ന ബ്ലോക്ക് ഇനി വരാൻ സാധ്യത കുറവാണ്. പക്ഷെ ഇതിനകത്തേക്ക് വരും. കാരണം നമ്മുടെ വണ്ടിയുടെ എഞ്ചിനിൽ വരുന്ന തേയ്മാനങ്ങളൊക്കെ ഓയിലിനകത്ത് മിക്സ് ആവുന്നുണ്ട്. ഈ മറ്റേ മെറ്റൽ വീലുകളൊക്കെ ആണെങ്കിൽ പോലും എല്ലാത്തിനും തേയ്മാനം വരുന്നുണ്ട്. അപ്പോൾ ആ തേയ്മാനങ്ങൾ ഓയിലിനകത്ത് മിക്സ് ആയിട്ട് വരുന്നു. ഇവിടെ ഈ ബാക്കിയുള്ളത് അതിൻ്റെ എഞ്ചിൻ്റെ അടിഭാഗത്തേക്കൊക്കെ പോകും. ക്രാങ്കിലേക്ക് പോകുന്നത് ഇതിനകത്തൊന്ന് റൊട്ടേഷൻ ചെയ്യും. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ബെയറിങ്ങിലേക്കുള്ള ഓയിൽ ഫ്രഷ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സർഫേസ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇടുന്നത് എന്തുകൊണ്ടും നല്ലതാണ് കേട്ടോ. പിന്നെ മിസ്സിങ്ങിൻ്റെ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട്. മിസ്സിങ് കംപ്ലൈൻറ്റ് ശരിക്കും കാർബറേറ്ററുമായി റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലൈൻറ്റ് തന്നെയാണ്. ഞാനിപ്പോൾ ജസ്റ്റ് വീണ്ടും ഓടിച്ചു നോക്കി. എന്നാൽ മേജറായിട്ട് അങ്ങനെ ഒരുപാട് വലിയ പ്രോബ്ലം ഒന്നും പറയാൻ പറ്റില്ല. ആ രീതിയിലുള്ള മിസ്സിങ് കാണിക്കുന്നില്ല. എന്നാൽ വണ്ടി നമ്മൾ നോക്കുന്ന സമയത്ത് ചെറിയ ഒരു ഏകദേശം ഒരു 20-30 കിലോമീറ്ററിലൊക്കെ പോകുന്ന സമയത്ത് ചെറുതായിട്ടൊരു വിട്ടുവലിവ് കാണിക്കുന്നുണ്ട്. അപ്പം അതിനകത്ത് നമ്മൾ ഈ ജെറ്റൊന്നും മാറ്റി പുതിയ ജെറ്റ് ഇട്ടാണ് എഞ്ചിൻ വർക്ക് ചെയ്യുന്ന സമയത്ത്. അത് ഓൾറെഡി അടഞ്ഞേക്കാണ്. പിന്നെ മെയിൻ ജെറ്റിൻ്റെ ഈ ചെറിയ ചെറിയ ഹോളുകളും ചെറുതായിട്ട് അടച്ചിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പെട്രോളിൻ്റെയാണ്. അതിൻ്റെ ഒരു കെമിക്കൽ റിയാക്ഷൻസ് മൂലം വന്ന കേസാണ്. അതിപ്പോൾ നമ്മളിപ്പോൾ ഈ കാർബറേറ്റർ മാറ്റി പുതിയ കാർബറേറ്റർ വെച്ചാലും നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുന്ന പെട്രോൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് കംപ്ലൈൻറ്റ്സ് ഒക്കെ വരാനുള്ള സാധ്യത വളരെ ഹൈ ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് അയച്ച് ക്ലീൻ ചെയ്തിടാം. ക്ലീൻ ചെയ്ത് ഒന്നുകൂടി റീസെറ്റ് ആകാം. പിന്നീട് നമുക്ക് ഈ പറഞ്ഞ പോലെ വലിയ മിസ്സിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് കാർബറേറ്റർ മാറ്റേണ്ട കേസുള്ളൂ കേട്ടോ. ഓവർഫ്ലോൻ്റെ കംപ്ലൈൻറ്റോ മിസ്സിങ് എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ മാത്രം കാർബറേറ്റർ മാറ്റി വെക്കേണ്ടതായിട്ടൊക്കെ വന്നേക്കും. തൽക്കാലം ക്ലീൻ ചെയ്തിടാം. നമുക്ക് ഫിൽട്ടർ ക്ലീനിങ് കാര്യങ്ങളും കൂടി കൂട്ടത്തിൽ കൂടെ ചെയ്ത് കൂടാം കേട്ടോ. അപ്പോൾ നിലവിൽ ഇത്ര കംപ്ലൈൻ്റാണ് പറഞ്ഞേക്കണേ, ഇത്രയും വർക്കാണ് പറഞ്ഞത്. അപ്പോൾ ഞാനത് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിൽ തരാം. ഓക്കെ.